ദുബായിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ബസ്സുകളിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് 200 ദിർഹംസ് മുതൽ 500 ദിർഹംസ് വരെ പിഴ ഈടാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നോൾ കാർഡ് നിങ്ങൾ കയറുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ചെക്ക് ചെയ്യുക. മിനിമം ഒരു ട്രിപ്പിന് 7.5 ദിർഹംസും റൗണ്ട് ട്രിപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളതിന് 15 ദിർഹംസുമാണ്. രണ്ടാമത്തത് എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ടോപ്പ് അപ്പ് മെഷീൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ RTAയുടെ വെബ്സൈറ്റ് വഴി ചെയ്യാം. നോൾ പേ ആപ്പ് വഴിയും നിങ്ങൾക്ക് ഇത് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. ടോപ്പ് അപ്പ് ചെയ്തു നിങ്ങൾക്ക് പൈസ അതിനുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ ബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ മെഷീനിൽ നിങ്ങൾ ഇത് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബസിന്റെ എൻട്രൻസിൽ വെച്ചിരിക്കുന്നത്. അതിൽ ഗ്രീൻ ലൈറ്റ് ബീപ്പ് ചെയ്യുന്നത് വരെ, ഗ്രീൻ ലൈറ്റ് കാണുന്നത് വരെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യണം. അതെങ്ങാനും റോങ് ആയി പോയാൽ, നിങ്ങളുടെ ബാലൻസ് ഇല്ലെങ്കിൽ അത് ഗ്രീൻ ലൈറ്റ് കാണില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഫേക്ക് ആണെങ്കിലോ എക്സ്പയർഡ് ആണെങ്കിലോ കാണില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിനകത്ത് വെച്ച് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അതിൽ 200 ദിർഹംസ് നിങ്ങൾക്ക് പിഴയാക്കും. ഫേക്ക് കാർഡ് ആണെങ്കിൽ 500 ദിർഹംസ് വരെ പിഴ അടക്കേണ്ടി വരും. ഇനി അതേപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നോൾ കാർഡ് ആ റീഡറിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും ഗ്രീൻ ലൈറ്റ് വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു യാത്ര പൂർത്തീകരിച്ചതായി നിങ്ങൾക്ക് കൺഫേം ആവില്ല. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു കാർഡ് അവിടെ ടാപ്പ് ചെയ്തു, ഗ്രീൻ ലൈറ്റ് വന്നില്ല, അത് റിജക്ട് ആയി കഴിഞ്ഞാൽ കുറച്ചു നേരം കാത്തു നിൽക്കുക. വീണ്ടും വീണ്ടും ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ കാർഡ് വീണ്ടും റിജക്ട് ആവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും ടാപ്പ് ചെയ്യുക. അതിൽ ബാലൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ സാധാരണ റിജക്ട് ആവാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ഒന്നുകിൽ ബാലൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കാർഡ് എക്സ്പയറി ആയിരിക്കും, അതല്ലെങ്കിൽ അതൊരു ഫേക്ക് കാർഡ് ആവാനും സാധിക്കും. 200 ദിർഹംസ് നിങ്ങൾക്ക് ഫൈന് കിട്ടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, പബ്ലിക് ട്രാൻസ്പോർട്ടിലോ ഫെസിലിറ്റീസിലോ സർവീസിലോ എൻട്രിയും എക്സിറ്റും നിങ്ങൾ കൃത്യമായ പൈസ ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഫൈൻ ആവാം. മറ്റൊന്ന്, നോൾ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ, ടിക്കറ്റ് എക്സാമിൻ ചെയ്യുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാതെ വന്നാലും നിങ്ങൾക്ക് ഫൈൻ ആവും. മൂന്നാമത്തത്, ഏതാണ് ഡെസിഗ്നേറ്റഡ് ഏരിയ അതിൽ അതാത് കാർഡുകൾ ഉപയോഗിക്കാതിരുന്നാൽ. മറ്റൊന്ന്, എക്സ്പയർഡ് കാർഡ് ഉപയോഗിച്ചാൽ, ഇൻവാലിഡ് കാർഡ് ഉപയോഗിച്ചാൽ, പിന്നെ പ്രയർ പെർമിറ്റ് RTAയുടേത് ഇല്ലാതെ നിങ്ങൾ കാർഡുകൾ വിൽക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടി വരും. പിന്നെ ഫേക്ക് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 500 ദിർഹംസ് ഫൈൻ ആകും. ശ്രദ്ധിക്കുക, എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് വിസിറ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആർക്കെങ്കിലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ 800-9090 എന്ന നമ്പറിലോ അതല്ലെങ്കിൽ RTA.ae എന്നുള്ള വെബ്സൈറ്റിലോ നിങ്ങൾ സന്ദർശിക്കുക. അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും ലഭ്യമാണ്. മുനീർ അൽ വഫ, ഇസ്ലാം.